കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകൾ. വ്യാജ ആരോപണം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വി.ഡി. സതീശന്റെ അടുത്ത അനുയായിയും പറവൂർ സ്വദേശിയുമായ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ. എന്നാൽ ആരോപിക്കുന്ന സംഭവം നടന്ന ദിവസം ഷൈൻ ടീച്ചർ പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. വ്യക്തിഹത്യയ്ക്ക് ആധാരമായ സംഭവം നടന്നതായി പറയുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് കെ.ജെ. ഷൈൻ ടീച്ചർ പ്രസംഗിക്കുന്ന യോഗത്തിന്റെ ചിത്രമാണിത്. ഇടതനുകൂല സർവീസ് സംഘടനയുടെ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷൈൻ ടീച്ചർ. സംഘടനയുടെ പ്രവർത്തകർ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ചിത്രമെടുത്ത മൊബൈൽ ക്യാമറയിൽ തീയതിയും സമയവും വ്യക്തമാണ്. ഭർത്താവ് നാട്ടുകാരെയും കൂട്ടിയെത്തി വീടിന്റെ വാതിൽ തല്ലിപ്പൊളിച്ചു എന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇത് പച്ചക്കള്ളമെന്ന് ഷൈൻ ടീച്ചറുടെ ഭർത്താവ് ഡൈന്യൂസ് തോമസ് വ്യക്തമാക്കിയിരുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടാണല്ലോ ഈ പുറയിൽ കാണുന്നതാണ് വാതിൽ. ഇവിടെ പരിശോധിച്ചറിയാം, നിങ്ങൾക്ക് ഇത്രയും ആളുകൾ കൂടി അടുത്ത് താമസിക്കുന്നൊരു പ്രദേശം കൂടെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു അനക്കം ഉണ്ടായാൽ, ചെറിയൊരു ശബ്ദം കേട്ടാൽ തൊട്ടടുത്തുള്ള എല്ലാവരും ഒന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു കഥ മെനഞ്ഞുകൊണ്ട് ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിനിടെ അപവാദ പ്രചരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകളെന്ന് വ്യക്തമായി. വ്യാജ ആരോപണം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വി.ഡി. സതീശന്റെ അടുത്ത അനുയായിയും പറവൂർ സ്വദേശിയുമായ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിലാണ്. ഇയാളുടെ FB പേജ് നിറയെ സതീശനെ പ്രകീർത്തിക്കുന്ന പോസ്റ്റുകളാണ്. ഗോപാലകൃഷ്ണന്റെ വ്യാജ പ്രചരണം നിമിഷങ്ങൾക്കകം നേതാക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സൈബർ വിഭാഗം ഏറ്റെടുക്കുകയായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച തരത്തിലായിരുന്നു പിന്നീട് കോൺഗ്രസ് സൈബർ പോരാളികളുടെ ഈ നീക്കം. എന്നാൽ അപവാദ പ്രചാരകരുടെ കോൺഗ്രസ് ബന്ധം നിഷേധിക്കാൻ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തയ്യാറായതുമില്ല. പിന്നെ സൈബർ ഇടങ്ങളിൽ എഴുതുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എവിടെയെങ്കിലും നമുക്ക് എവിടെ നിയന്ത്രിക്കാൻ സാധിക്കുക? രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ആരംഭിച്ച അപവാദ പ്രചരണം തിരിഞ്ഞുകുത്തിയതിൻ്റെ ആഘാതത്തിലാണ് കോൺഗ്രസ്. കൈരളി ന്യൂസ്, കൊച്ചി.